എല്ലാവർക്കും നമസ്കാരം. ഒരു വർഷം 3 മാസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും കുറച്ചധികം കാലത്തേക്ക് UAE തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ദിവസം നിന്നിട്ട് പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നൊരു വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ പാളിച്ച വന്നാലും വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന വണ്ടി ആക്ച്വലി ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തമിഴ് സിനിമയിൽ വിക്രത്തിനെ പറ്റി പറയില്ലേ, ഹേറ്റേഴ്സ് ഇല്ലാത്ത നടൻ എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഹേറ്റേഴ്സും ഇല്ലാത്തൊരു വണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആര് കണ്ടാലും അച്ചോടാ എന്തൊരു ഭംഗിയാണ് കാണാൻ, എന്തൊരു ക്യൂട്ടാന്ന് തോന്നുന്നത്, അങ്ങനെ പറയുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് വോക്സ്വാഗൻ്റെ കോംബി വാനിനെ പറ്റിയിട്ടാണ്. ഇതിപ്പോൾ നമ്മളുള്ളത് എങ്ങണ്ടിയൂർ എന്ന് പറയുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിലാണ്. അവിടെ പുഴവക്കത്തൂടെ നമ്മളെ അതിസുന്ദരനായിട്ടുള്ള വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി തന്നെയാണ്. ഇത് കുറേ നാളെ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴാണ് എല്ലാം കൊണ്ടും സമയമൊക്കെ ഒത്തു കിട്ടിയത്. ഇത് വളരെ അടിപൊളിയായിട്ട്, വളരെ ടേസ്റ്റ്ഫുള്ളി, വളരെ എലഗൻ്റായിട്ട് റീസ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ലാസ്റ്റത്തെ വീഡിയോ ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിയുടെ മൊത്തം വിശേഷങ്ങളും കണ്ടറിയാം. ഗൈസ്, നമ്മുടെ ഹിമാലയൻ ഇന്നൊന്ന് സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. പുറത്തുനിന്ന് കാണാൻ വണ്ടി നല്ല ഭംഗിയാണ്, പക്ഷേ അകത്ത് സെൻട്രൽ സ്റ്റാൻഡിനകത്തായിട്ട് ലൂബും പിന്നെ കുറേ ചെളിയൊക്കെ കൂടെ പിടിച്ച് ആകെ ഒരു അവിഞ്ഞ പരുവത്തിലിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ് WD-40 യൂസ് ചെയ്ത്. നമുക്കൊരു വൈഡർ സ്പ്രേ ആണ് ആ ഏരിയയിൽ ആവശ്യം. അതുകൊണ്ട് നമുക്ക് ഈ വൈറ്റ് സ്പ്രേയുടെ നോസിൽ തന്നെ ഉപയോഗിക്കാം. WD-40 സ്പ്രേ ചെയ്തതിനു ശേഷം 2 മിനിറ്റ് അങ്ങനെ തന്നെ വിട്ടേക്കാം. പിന്നെ ചുമ്മാ ഒരു തുണിയും കൊണ്ട് വെറുതെ തുടച്ചെടുത്താൽ മതി. WD-40യുടെ ഈ ഒരു പുതിയ ടൈപ്പ് ക്യാൻ വാങ്ങാനുള്ള ആമസോൺ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? ഞാൻ ഈ വണ്ടി വന്നപ്പോൾ മുതൽ ഞാൻ തന്നെ ഈ വണ്ടി ഇങ്ങനെ മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് മുന്നേ ഫോട്ടോസിലും വീഡിയോസിലും കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഒന്നാമത് ഫസ്റ്റ് തന്നെ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെയ്തിരിക്കുന്ന പെയിൻറ്റ് ജോബും കളേഴ്സിൻ്റെ ഒരു സെലക്ഷനുമാണ്. അത്രയും എലഗൻ്റായിട്ടാണ് വണ്ടി പണിതിറക്കിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കാൻ തോന്നും. നമ്മൾ ഒരുപാട് വിൻറ്റേജ് വണ്ടികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ എഡ്ജ് ഈ വണ്ടിക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വോക്സ്വാഗൻ കോംബി വാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ റെയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതിനകത്ത് തന്നെ ഈ വണ്ടിയെ കുറച്ചുകൂടെ റെയറാക്കുന്ന ഒരു ഫാക്ടറും കൂടെയുണ്ട്. കാരണം ഇത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണെന്ന് മാത്രമല്ല, ഇതിനകത്ത് സ്പ്ലിറ്റ് വിൻഡോസും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ വണ്ടി സത്യം പറഞ്ഞാൽ കേരളത്തിൽ പിന്നെയും വളരെ വിരളമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഈ കാണുന്ന കോംബി വാൻ ആക്ച്വലി 1967 മാനുഫാക്ചേർഡ് ആണ്. ഇത് ആക്ച്വലി ആ ടൈമിൽ ഇന്ത്യൻ ഗവൺമെൻറ്റും ജർമ്മൻ ഗവൺമെൻറ്റുമായിട്ട് കൂടി ചേർന്ന് നീലഗിരി ഭാഗത്ത് കുറച്ച് അഗ്രികൾച്ചർ പ്രോജക്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്ട്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയായിരുന്നു ഇത്. കുറച്ച് നാൾ അവിടുത്തെ ഉപയോഗത്തിന് ശേഷം അത് പിന്നെ തമിഴ്നാട് തിരുപ്പൂർ ഭാഗത്തുള്ള ഒരാൾ അവിടുന്ന് വാങ്ങുകയും അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയും കുറേ നാൾ കാർഗോ മൂവ്മെൻറ്റും കാര്യങ്ങൾക്കായിട്ട് കുറേ നാൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി കേരളത്തിലേക്ക് വരികയും കുറേ നാൾ ഉപയോഗിക്കാതെ ഒരു ഷെഡിൽ തന്നെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കാം. അപ്പോൾ എന്തായാലും ഇത് കിടന്നിരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓണർ ഈ വണ്ടി വാങ്ങുകയും പിന്നെ അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്ത് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അപ്പോൾ ആ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുമാത്രം എഫേർട്ട് ഇതിൻ്റെ പുറകിൽ ചിലവഴിച്ചിട്ടുണ്ടെന്ന്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിനകത്ത് ചെയ്തിരിക്കുന്ന സകല റീസ്റ്റോറേഷൻ വർക്കും എല്ലാ വർക്കും ചെയ്തിരിക്കുന്നത് ആക്ച്വലി കേരളത്തിലാണ്. കുറേ അധികം ഇൻപുട്സൊക്കെ ദുബായിൽ നിന്ന് പലയിടത്തു നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. കുറേ മെഷർമെൻറ്റ് വൈസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇൻപുട്സ് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വൽ വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്പ്ലിറ്റ് വിൻഡോ വണ്ടി റെയർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഈ സ്പ്ലിറ്റ് വിൻഡോ വണ്ടികളിൽ തന്നെ സാധാ കാർഗോ ഡോർസാണ് പൊതുവെ വരിക. അതായത് നമ്മുടെ വീടിൻ്റെയൊക്കെ അതുപോലെ പുറത്തേക്ക് തുറക്കുന്ന ഡോറുകൾ. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് സ്ലൈഡിങ് ഡോർസാണ്. അതും 2 സൈഡിലും വന്നിരിക്കുന്ന സ്ലൈഡിങ് ഡോർസാണ്. അങ്ങനെയുള്ള വണ്ടികൾ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രം, ആക്ച്വലി 100-ൽ താഴെ നമ്പേഴ്സ് മാത്രമാണ്, അല്ലെങ്കിൽ 50-ൽ താഴെ നമ്പേഴ്സ് മാത്രമാണ് ആക്ച്വലി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് കേട്ടറിവുള്ളത്. ഇനി എന്താണ്, നമുക്ക് വണ്ടിയുടെ ഓരോ ഡീറ്റെയിൽസിലേക്ക് പെട്ടെന്ന് തന്നെ പോയി നോക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ ചെറിയ ചെറിയ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വണ്ടി മൊത്തത്തിൽ ഒരു പേസ്റ്റൽ തീമിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുള്ള പെയിൻ്റാണ് വർക്കാണെങ്കിലും അകത്തുള്ള കംപ്ലീറ്റ് അപ്പോസിറ്റ് വർക്കാണെങ്കിലും എല്ലാം ഒരു പേസ്റ്റൽ തീമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈവൻ ഈ കാണുന്ന വെള്ള പെയിൻ്റ് ആണെങ്കിലും
അതൊരു വെറും വെള്ള ഒരു മിൽക്കി വൈറ്റ് രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി ആ ഒരു പേസ്റ്റൽ തീമിൻ്റെ ലുക്കാണ് ഈ വണ്ടിക്ക് ഇത്രയും എലഗൻസ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഈ കാണുന്ന VW ലോഗോ ഇത് ആക്ച്വലി നിങ്ങൾ കോംബി വാൻസിൽ കണ്ടിട്ടുണ്ടാകും. ഇതിനേക്കാളും ചെറിയൊരു സൈസിലുള്ള ലോഗോ ആണ് പൊതുവെ വരിക. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ ഞാൻ പറഞ്ഞ ഈ റെയർ ആയിട്ടുള്ള ഈ മോഡലിനൊക്കെ വന്നിരിക്കുന്നത് ശരിക്കും കുറച്ചുകൂടെ വലിപ്പമുള്ള VW ലോഗോ ആണ്. ഇത് അതിൻ്റെ ഒറിജിനൽ തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ്സ് കാണാം, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം, സൈഡ് മിറേഴ്സ് കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് വിൻഡോസ് നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ടിൽ നിന്ന്. പിന്നെ ബമ്പറും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മിൽക്കി വൈറ്റ് കളറിൽ തന്നെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് MDN ആണ്, അതായത് പഴയ മദ്രാസ് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് കാണാനുള്ള വിശേഷങ്ങൾ. ഇനി എന്തായാലും നമുക്ക് സൈഡിൽ ലുക്കും കൂടെ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അകത്തേക്ക് പോകാം. സൈഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലൈഡിംഗ് ഡോർസ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. രണ്ട് സൈഡും സ്ലൈഡിംഗ് ഡോർസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് മൊത്തത്തിലൊരു ക്യാരവൻ മോഡലാണ് വണ്ടി ഇപ്പോൾ പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി അകത്തുനിന്നൊരു ക്യാരവൻ ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർട്ടനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് വിൻഡോസ് നമുക്ക് തുറക്കാൻ സാധിക്കില്ല, പക്ഷേ ഈ രണ്ട് വിൻഡോസ് നമുക്ക് തുറക്കാൻ സാധിക്കും. പിന്നെ മറ്റ് വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ടയറിന് രണ്ടിൻ്റെ റിംസ് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ മിൽക്കി വൈറ്റ് കളറിൽ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ VWൻ്റെ തന്നെ വീൽ ക്യാപ്സ് രണ്ട് സൈഡിലും കിടക്കുന്നുണ്ട്. അത് ആക്ച്വലി കാണാൻ നല്ല ഭംഗിയുണ്ട് വീൽസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ വെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എയർ കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫാനിലേക്ക് വേണ്ടി എയർ വലിക്കുന്നത് ആക്ച്വലി ഈ വഴിയാണ്. അകത്തുനിന്ന് നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല, അകത്തുനിന്ന് അടച്ചേക്കാണ്. പക്ഷേ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടിയാണ് അതിനകത്തേക്ക് വേണ്ടുന്ന എയർ അകത്തേക്ക് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഈ ഡോറൊക്കെ തുറന്ന് കിടക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് കാണാൻ മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇനി നമുക്ക് വണ്ടിക്ക് അകത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രസമുള്ള കുറേ ചെറിയ സംഭവങ്ങളുണ്ട്. ഒന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ആഷ്ട്ര ഇരിപ്പുണ്ട്. അന്നത്തെ ആൾക്കാരുടെ വലിയ സിഗത്തൂരി എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മൾ ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഒരു പഴയ മോഡൽ റേഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ വണ്ടികൾ നമുക്ക് അധികം കാണാത്തത്, ഈവൻ റീസ്റ്റോർ ചെയ്ത വണ്ടികളായാലും നമുക്ക് അധികം കാണാൻ കിട്ടാത്തൊരു സാധനമാണ് ഈ പഴയ മോഡലിൽ തന്നെ ഒരു റേഡിയോ. അത് നമുക്ക് അവിടെ കാണാം. പിന്നെ ഉള്ളത് ഇവിടെ താഴത്തെ ഗിയർ ലിവർ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇപ്പോഴത്തെ Volkswagen വണ്ടികളിലുള്ള പോലെ തന്നെ റിവേഴ്സ് ഇടണമെങ്കിൽ കുറച്ചും താഴ്ത്തിയിട്ടിടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗിയർ സെറ്റപ്പ് വരുന്നത്. പിന്നെ അതിന് മുന്നിൽ ഈ കാണുന്നത് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ പിന്നെ ഈ വണ്ടിക്കകത്ത് ഇപ്പം മൊത്തം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ ഒരു മെറ്റൽ പാർട്സും നേരത്തെ പറഞ്ഞ പോലെ ഒരു മിൽക്കി വൈറ്റ് പെയിൻറ്റ് കൊടുത്ത് ആ ഒരു പേസ്റ്റൽ തീം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ അപ്പോസറി ആയാലും നല്ല കളറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈവൻ തറയിൽ കൊടുത്തിരിക്കുന്ന മാറ്റ് ആയാലും എല്ലാം തന്നെ കാണാൻ മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ രസമുള്ളൊരു സംഭവമാണ് ഈ മേളിൽ കാണുന്ന ഒരു സംഭവം. ഇത് ആക്ച്വലി AC എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഫാന് പോലൊരു സംഭവമാണ്. ഇപ്പോൾ പുറത്തുനിന്ന് ഈ എയർ വലിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് അകത്തേക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. ഇതിൻ്റെ ഫ്ലോ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ കാണുന്ന വെൻറ്റുകളിലൂടെ നമുക്ക് പാസഞ്ചേഴ്സിന് ഫ്രണ്ടിലെ പാസഞ്ചേഴ്സിന് കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ ബാക്കിലൊരു വെൻറ്റുണ്ട്, അതുവഴി ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് കിട്ടുന്ന രീതിയിലോ നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ ഫ്ലോ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻ സെലക്ട് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് വണ്ടിയുടെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സ്പ്ലിറ്റ് വിൻഡോ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു. അതിൻ്റെ അഡ്ജസ്റ്റിംഗ് മെക്കാനിസവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന പൊസിഷനാണ് ആക്ച്വലി വൈപ്പർ വരേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ സ്പ്ലിറ്റ് വിൻഡോ തുറന്ന് വെച്ചിരിക്കുന്നതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ വൈപ്പർ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ ഇപ്പുറത്തേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഫുള്ള് ടോഗിൾ സ്വിച്ചസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പൊതുവേ നമ്മൾ ടോഗിൾ സ്വിച്ചസ് വരുമ്പോൾ ഇതിനകത്ത് ബ്ലാക്ക് കളറിലുള്ള ഒരു ലിവർ മാത്രമാണ് വരാറുള്ളത്. പക്ഷേ ഇതിനകത്ത് നല്ല ഭംഗിയുള്ള മെറ്റാലിക് ലിവേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ രണ്ട് സ്വിച്ചുകൾ നോക്കുകയാണെങ്കിൽ. പിന്നെ ഗേജുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2 ഗേജുകളാണ് ഇതിനകത്ത് വരുന്നത്. ഒരെണ്ണം സ്പീഡോമീറ്ററും അതുപോലെ തന്നെ ഒരെണ്ണം ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്ററും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 120 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് കാണിച്ചിരിക്കുന്നത്. 70 കിലോമീറ്റർ സ്പീഡ് വരെ ആക്ച്വലി പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് കേട്ടു. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൺട്രോൾ വരുന്നത് ഈ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലുള്ള ഈ ചെറിയൊരു സംഭവത്തിലാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ല രസമുള്ളൊരു സംഭവമാണ്. ഈ മെറ്റൽ സാധനങ്ങളടക്കം ഈ മിൽക്കി വൈറ്റ് പെയിൻറ്റ് കൊടുത്തപ്പോൾ ഈ ക്യാബിനിൽ ഇരിക്കാനുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് അപാരമായി. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് വണ്ടിയുടെ അകത്തേക്ക് കയറാം. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ക്യാരവൻ സെറ്റപ്പിലാണ് മൊത്തം വണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്യാരവൻസിൽ വരുന്ന പോലെ VIP സീറ്റ്സും അതുപോലെ തന്നെ ഗസ്റ്റ് സീറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗസ്റ്റ് സീറ്റുകളുടെ അകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. സീറ്റ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചധികം സ്റ്റോറേജ് സ്പേസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഭാഗം കാണുന്നുണ്ട്. ഇതെന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്താണ് സ്റ്റെപ്പിന് ഇരിക്കുന്നത്. പക്ഷേ അത് ഈ സൈഡിൽ നിന്നല്ല, അപ്പുറത്തെ സൈഡിൽ നിന്ന് സീറ്റ് മറിച്ചതിന് ശേഷം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പിനെ അതിനകത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കളറിൽ ആക്ച്വലി നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കളർ കോമ്പിനേഷൻ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സീറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഈ സീറ്റിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാം. ഇതിവിടെ നോക്കുകയാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിൻ്റെയൊക്കെ സ്വിച്ചുകളാണ് ഇവിടെ വരുന്നത്. കുറേ അധികം ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിൻ്റെ അടിയിൽ ആക്ച്വലി ഒരു ഇൻവെർട്ടറും ബാറ്ററിയും വെച്ചിരിക്കുകയാണ്. ഇതിന് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് പവർ സപ്ലൈ വന്നിരിക്കുന്നത് ശരിക്കും അവിടെ നിന്നാണ്. ഇതിൽ ആക്ച്വലി ഈ സീറ്റിന് നമുക്കൊരു 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡാക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സീറ്റും അതുപോലെ തന്നെ ബാക്കിലുള്ളൊരു കുഷനും കൂടെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് 3 പേർക്ക് വിസ്താരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് ഈ സീറ്റ് പൊക്കി ബെഡാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അയ്യവ, ഓക്കെ, നൈസ്. എങ്ങനെയുണ്ട്? ഒരു 3 പേർക്ക് നിരന്ന് കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. വേറെ ടെൻറ്റിൻ്റെയും പരിപാടി ഒന്നും ആവശ്യമില്ല. അത് അത്യാവശ്യം ഈ സീറ്റിൻ്റെ കുഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഈ 3 കുഷൻ നല്ല തിക്കായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് ഇപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ക്യാമ്പർ വാൻ അല്ലെങ്കിൽ ഒരു ക്യാരവാനൊക്കെ ആയി മാറിയത് അല്ലേ. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് പയ്യെ സീറ്റ് തിരിച്ചിട്ടതിന് ശേഷം ബാക്കിലെ കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് പുറകുവശത്തേക്ക് വരാം. പുറകുവശത്തേക്ക് വരുമ്പോൾ 2 ടെയിൽ ഗേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കണ്ട ബെഡിൻ്റെ ഒരു ഭാഗമാണ്, 1/3 ഭാഗമാണ് ഈ കാണുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് മറ്റേതൊന്നും സെറ്റ് ചെയ്തില്ലെങ്കിലും ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിടത്തി ഉറക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ബാഗ് വയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ ഏരിയ ഉപയോഗിക്കാം. ഇവിടെ മുകളിൽ 2 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇവിടെ താഴെയാണ് നമ്മുടെ എൻജിൻ വരുന്നത്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഇത് ആക്ച്വലി നമ്മുടെ ബോക്സർ ടൈപ്പ് എഞ്ചിനാണ്. അതായത് നമ്മുടെ സുബാരു വണ്ടികൾ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ബോക്സർ ടൈപ്പ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ബാക്കിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. ബാക്കിലെ ബമ്പർ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൽക്കി വൈറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. മൊത്തത്തിൽ എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടമായി. കുറച്ച് നാളത്തേക്ക് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇനി വിൻറ്റേജ് വണ്ടികളൊന്നും മേടിക്കരുത്, കാരണം എൻ്റെ നിന്ന് കാശ് പോകുന്നതിന് കൈ കണക്കില്ല, ഒരൊറ്റ ബുള്ളറ്റ് വെച്ചിട്ട് തന്നെ. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴാണ് പിന്നെയും തോന്നുന്നത്, ശരിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുത്ത് തന്നെയാണ് അല്ലേ. അങ്ങനെ അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വണ്ടിയുടെ പേര് ആക്ച്വലി ഇവിടെ എഴുതിയേക്കുന്ന പോലെ ഫിൽമോറ എന്നുള്ള പേരിലാണ് ഈ വണ്ടി അറിയപ്പെടുന്നത്. ഈ വണ്ടിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തായാലും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ കാശ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വരുന്ന ഒരു കോംബി വാൻ്റെ പേരാണ് അതിനകത്ത് ഫിൽമോറ എന്നുള്ളത്. അപ്പോൾ ആ പേര് തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഞാനത് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുൾ ഓൺ വ്ലോഗും വേണ്ടി ഞാൻ വീണ്ടും വരാം. ഗുഡ് ബൈ.